സന്യാസിയെ പൂജിക്കുക എന്നുള്ളത് ഈശ്വരനെ പൂജിക്കുന്നതിന് സമമാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. മാതാവിലൂടെ നമ്മൾ പിതാവിനെ അറിയുന്നു, പിതാവിലൂടെ ലോകമറിയുന്നു, ഗുരുവിലൂടെയാണ് സത്യം അറിയുന്നത്. ആ സത്യമാണ് നമ്മെ ദൈവത്തിലേക്ക് നയിക്കുന്നത്. ഇത് പണ്ട് നമ്മുടെ ഹൈന്ദവ രീതിയിൽ ഗുരുകുല സമ്പ്രദായമായിരുന്നു. അന്ന് ഗുരുകുലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പൊ നമുക്ക് സിനിമകളിലും കഥകളിലും അല്ലെങ്കിൽ പുരാണങ്ങളിലുമാണ് കാണുന്നത് ഗുരുകുല സമ്പ്രദായം. ഗുരുകുലത്തിൽ ആചാര്യന്മാരായ സന്യാസിമാരാണ് പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നത്. അപ്പൊ അവർ ആ ഗുരു എന്താണെന്ന് മനസ്സിലാക്കിയാണ് മുന്നേറുന്നത്. അതുപോലെ തന്നെ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കൊരു ഗുരു ഉണ്ടായിരുന്നു. സന്യാസി അല്ലെങ്കിലും നമുക്ക് വിദ്യാഭ്യാസം നൽകുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ അധ്യാപകരായിരുന്നു നമ്മുടെ ഗുരുക്കന്മാർ. അവർ ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള കാര്യങ്ങളല്ലാതെ ലോകകാര്യങ്ങളും പുരാണവും ചരിത്രവും ഇതിഹാസവും എല്ലാം നമുക്ക് പകർന്നു നൽകുമായിരുന്നു. ഇന്നിപ്പോൾ ആ ഒരു സമ്പ്രദായം നമ്മളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഗുരുക്കന്മാരെന്ന് പറയാൻ പറ്റുന്ന അധ്യാപകർ നമുക്ക് ഇല്ല തന്നെ. പലപ്പോഴും നാം കാണുന്ന എന്താ, വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിൽ തല്ലുകൂടുന്നു, അല്ലെങ്കിൽ വിദ്യാർത്ഥി അധ്യാപകനെ പച്ച തെറി വിളിക്കുന്നു. ഇതെല്ലാമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എവിടെ ഗുരു, എവിടെ ശിഷ്യൻ? ആ ഒരു വലിയ വിടവ് പ്രത്യേകിച്ച് നമ്മുടെ ഹൈന്ദവ സമുദായത്തിനിടയിൽ വന്നു കഴിഞ്ഞു. ഒരു ഗുരുത്വമില്ലായ്മ. ആ ഗുരുത്വം എന്ന് പറയുന്നത് ഗുരുവിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. ആ ഗുരുത്വമില്ലായ്മ പലപ്പോഴും നമ്മുടെ ഈ യുവതലമുറയെ തെറ്റായ വഴികളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ ഇന്ന് വേണ്ടത് യഥാർത്ഥം പറഞ്ഞാൽ ഒരു ഗുരുവിനെ കണ്ടെത്തി ഗുരുവിൽ നിന്നും ദീക്ഷ വാങ്ങിക്കുക എന്നുള്ളതാണ്. ഓരോ വീട്ടിലും എല്ലാവരും, പ്രത്യേകിച്ചും നമ്മുടെ ഹിന്ദു സമാജത്തിലുള്ള എല്ലാവരും ദീക്ഷിതരാകണം, ദീക്ഷ വാങ്ങണം. ദീക്ഷ വാങ്ങിച്ച് വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യമുണ്ടാവും, ആത്മവിശ്വാസം ഉണ്ടാവും.